as you fade away. As you fade away. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യില്ല ഈ ഗ്ലാസ്. ആൻഡ് ഈവൻ ദോ ഇറ്റ് ബ്രേക്സ് ബ്ലണ്ട് പീസായിട്ട് ബ്രേക്ക് ആവുക, ചെറിയ ചെറിയ പീസായിട്ട്. സോ അതുകൊണ്ട് ആ എക്സ്ട്രാ ബൾജോ ബ്രേക്കോ ഒന്നും ഈ ഡോസ് അനുഭവപ്പെടില്ല. എല്ലാ എൻഡും നമ്മൾ സിൽക്കൺ സീലൻ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്യും. സോ അത് കംപ്ലീറ്റ്ലി നോയ്സിനെ ഡാമ്പൻ ചെയ്യും. നമ്മൾ ജർമ്മൻ ടൂൾസ് ആൻഡ് മെഷീൻസ് യൂസ് ചെയ്യണേ. ശരി, സാധാരണ ലിവിംഗ് സ്പേസിൽ ഇങ്ങനെ ഒരു വിൻഡോ കണ്ടിട്ടില്ല. അതിനൊരു വലിയ വിൻഡോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പ്രോപ്പർ ലൈറ്റിംഗ് അവർക്ക് ഉണ്ടായിരിക്കും. ഇതെല്ലാം ഇമ്പോർട്ടഡ് യൂറോപ്യൻ ബീച്ച് വുഡാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശോഭ ഡെവലപ്പേഴ്സിലെ തൃശ്ശൂരുള്ള മെട്രോപോളിസിലെ ഒരു ഡെമോ ഫ്ലാറ്റ് ആണ്. കിരണാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം കിരൺ. ഹായ് പൂജ. നമുക്ക് ഈ ഡോറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ഇത് ആക്ച്വലി നമ്മുടെ പ്രൊജക്റ്റിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് യൂണിറ്റ് ആണ്. 2814 സ്ക്വയർ ഫീറ്റ് വരുന്ന ഏറ്റവും വലിയ ലാർജസ്റ്റ് ഡയമെൻഷൻ ആണ് വരുന്നത്. 4 BHK ആണ് വരുന്നത്. പ്ലസ് എക്സ്ട്രാ മെയ്ഡ് റൂം ഉണ്ടായിരിക്കും. ഓക്കെ, വിത്ത് സെപ്പറേറ്റ് എൻട്രി ഉണ്ടായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഈ ഡോറിൽ നിന്ന് തുടങ്ങാം. ഇത് 8 ഫീറ്റ് ഹൈറ്റ് വരുന്ന ഡോറാണ്. ആൻഡ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വരച്ചപ്പോൾ പൂജയുടെ വീട്ടിലൊക്കെ നോർമലി എല്ലാ മഴക്കാലമൊക്കെ ആകുമ്പോൾ ബൾജ് വരിക, ടൈറ്റ് ആവുക, അങ്ങനെ കുറേ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്യാറുണ്ട് വീട്ടിലൊക്കെ. ഈ ഡോർ അത് ഫേസ് ചെയ്യില്ല. നമ്മൾ അങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഇൻ ഹൗസ് കൺസ്ട്രക്ഷനാണ്. ലൈക്ക് ഇൻ ഹൗസാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ശോഭ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യുന്ന ഡോസ് അതെല്ലാം വരുമ്പോൾ കാണിച്ചു തരാം. ഇതെല്ലാം ഇമ്പോർട്ടഡ് യൂറോപ്യൻ ബീച്ച് വുഡാണ്. അതിൻ്റെ ഫിക്സിംഗ് മെത്തേഡ് പറയുക നമ്മൾ ഈ എല്ലാത്തിൻ്റെയും ഈ വോളിൻ്റെയും ഡോറിന് ഇടയ്ക്ക് നമ്മൾ ഫോം ഫില്ല് ചെയ്യുകയാണ്. ആൻഡ് ആ ഫോം എക്സ്പാൻഡ് ആവും. സോ ഭയങ്കര സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കും. ആൻഡ് നമ്മുടെ വോൾസിൽ നിന്ന് ഡോസിലോട്ട് മോയ്സ്ചർ കണ്ട് ഇറങ്ങില്ല, ഈർപ്പം ഇറങ്ങില്ല. ആൻഡ് ഇതെല്ലാം സീസൺ വുഡാണ്. എല്ലാം 8 to 12% മോയ്സ്ചർ കണ്ട് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ആ എക്സ്ട്രാ ബൾജോ ബ്രേക്കോ ഒന്നും ഈ ഡോസ് അനുഭവപ്പെടില്ല. ഓക്കെ. സോ ഈ ഡോറിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ഈ അടിയിൽ നമ്മൾ ഡ്രോപ്പ് ഡൗൺ സിസ്റ്റം പറഞ്ഞ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൻ്റെ എല്ലാം ലൈറ്റ് മെക്കാനിസം കണ്ടില്ലേ, ഫ്രിഡ്ജ് അടയുമ്പോൾ ലൈറ്റ് ഓഫ് ആവണോ, സെയിം മെക്കാനിസം ആണ്. നമ്മൾ ഈ ഡോർ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു പേപ്പർ പോകാൻ പറ്റിയ ഗ്യാപ്പ് ഉണ്ട്. വൺസ് എ ഡോർ ഇസ് ക്ലോസ് അത് അടയും. സോ പുറത്തുനിന്ന് എക്സ്ട്രാ ബാഡ് സ്മെല്ലോ പൊടിയോ ഇൻസെക്റ്റോ ഉള്ളിലോട്ട് കയറില്ല. സോ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഡോറിൻ്റെ. സോ ഇതാണ് നമ്മുടെ ഫോയർ ഏരിയ വരുന്നത്. എൻ്റർ ചെയ്ത പോലെ തന്നെ വരും കാണിച്ചു തരാം. സോ ഇത് നമ്മുടെ 4 BHK ഈ ഒരു ഡയമെൻഷനിൽ വരുന്ന ലിവിങ് സ്പേസ് ആണ്. ഒരു ഗസ്റ്റ് ലിവിങ് ഉണ്ടായിരിക്കും, ഒരു ഡൈനിങ് ആൻഡ് അഗൈൻ ഒരു ഫാമിലി ലിവിങ് ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ലാർജസ്റ്റ് ഡയമെൻഷനിൽ കൊടുക്കുന്ന ഒരു ഫീച്ചറാണ്. ഈ ഫീച്ചർ ഉണ്ടായിരിക്കുള്ളൂ. അതെ, ബാക്കിയെല്ലാം നമ്മൾ 3 BHKs ആണെങ്കിലും ലോവർ ഡയമെൻഷനുള്ള 4 BHK ആണെങ്കിലും ആ എക്സ്ട്രാ ഫാമിലി ലിവിങ് ഉണ്ടായിരിക്കില്ല. ഈ ഒരു സ്പേസ് വരെ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ. സോ നമ്മളെ ഈ ഒരു ഡയമെൻഷനിൽ വരുന്ന ലിവിങ് സ്പേസ് ആണ്. ഒരു ഗസ്റ്റ് ലിവിങ് ഉണ്ടായിരിക്കും, ഡൈനിങ് ആൻഡ് ഒരു ഫാമിലി ലിവിങ് ഉണ്ടായിരിക്കും. ഇത് വരെ ആ ഒരു എക്സ്ട്രാ ഫാമിലി ലിവിങ് ഇല്ലേ, അത് ഈ ഒരു ഡയമെൻഷനിൽ വരുന്ന യൂണിറ്റ് ഒരു സ്പെഷ്യാലിറ്റി. 4 BHK ഹയർ ഡയമെൻഷനിൽ വരുന്ന നമുക്ക് 2 ഡയമെൻഷൻ ഉണ്ട്. 2800 ഉണ്ട്, 2.5 ഉണ്ട്. 2.8 വരുന്ന മാത്രം ഒരു ഫീച്ചറാണ് ആ ഒരു എക്സ്ട്രാ ലിവിങ് വരുന്നത്. നമുക്കിവിടെ ബാൽക്കണിയും കൂടി വരുന്നുണ്ട്. നമുക്ക് ടോട്ടൽ 2 ബാൽക്കണിയാണ് ഇതിലുണ്ടായിരിക്കുക. ഒന്ന് ഇതാണ് ലിവിങ്ങിൽ ഉണ്ടായിരിക്കും ആൻഡ് 1 മാസ്റ്റർ ബെഡ്റൂം ഉണ്ടായിരിക്കും. സോ ഈ ഫ്രെയിംസ് എല്ലാം ശോഭ ഇൻ ഹൗസ് ചെയ്യേണ്ടതാണ്. അലൂമിനിയം ഫ്രെയിംസ് ആണ്. ആൻഡ് ഈ ഗ്ലാസ് എല്ലാം ടഫൻ ഗ്ലാസസ് ആണ്. സോ ഈ ഒരു ഫ്ലോറിൽ കുഴപ്പമില്ല. ബട്ട് ആസ് വി ഗോ ഹൈ വിൻഡിന്റെ ലൈക്ക് പവർ കൂടും. സോ ആ ഷിവറിങ് വരാൻ ചാൻസ് കൂടുതലാണ് നോർമലി. സോ നമുക്കിവിടെ ഗ്യാസ്കറ്റ്സ് ഉണ്ട്. സോ സ്ട്രോങ് ആയി ഹോൾഡ് ചെയ്യും. അതിന് പുറമെ ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യില്ല ഈ ഗ്ലാസ്. ആൻഡ് ഈവൻ ദോ ഇറ്റ് ബ്രേക്സ് ബ്ലണ്ട് പീസായിട്ട് ബ്രേക്ക് ആവുക, ചെറിയ ചെറിയ പീസായിട്ട്. ഇന്ത്യ നമുക്ക് സേഫ്റ്റി ആണല്ലോ മുഖ്യം. സോ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹേർട്ട് ആക്കില്ല. ആൻഡ് അനദർ തിങ് ഇസ് ദാറ്റ് ഇപ്പോൾ ഒച്ചൊന്നും വളരെ കുറവല്ലേ, ഓപ്പൺ ചെയ്താൽ നമുക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റും. വെൻ വി ക്ലോസ് ഇറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അത് വെച്ചാൽ നമ്മൾ എല്ലാ എൻഡും നമ്മൾ സിൽക്കൺ സീലൻ്റ് കൊണ്ട് നമുക്ക് കവർ ചെയ്യും. സോ അത് കംപ്ലീറ്റ്ലി നോയ്സിനെ ഡാമ്പൻ ചെയ്യും. ഓക്കെ. നമുക്കിവിടെ ഒരു പൗഡർ റൂം ഉണ്ട്. അപ്പോൾ ഈവൻ ഗസ്റ്റ് ഒക്കെ വരച്ച് നമുക്ക് പെട്ടെന്ന് വാഷ് ബേസിൻ യൂസ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് ചെയ്തിരിക്കുകയാണ് പൗഡർ. അതെ അതെ. സോ ഇതൊരു നമുക്കൊരു 14x35 ഡയമെൻഷന് വരുന്ന, അതെ അത്ര വരുന്നത്. ഈ 3 ആഡ് ചെയ്യുകയാണെങ്കിൽ സോ നമുക്കിപ്പോൾ ഒരു ഗസ്റ്റ് വരികയാണ്, നമുക്ക് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ എപ്പോഴും നമുക്ക് ആ ഗസ്റ്റ് യൂസ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ വീട്ടിൽ ഫാമിലീസ് മാത്രമാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഫാമിലി ലിവിങ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ TV എല്ലാം വെക്കാൻ നമുക്ക് ഒന്നുകൂടി ഈസിയർ ആയിരിക്കും അത്. ആൻഡ് എക്സ്ട്രാ ഡൈനിങ് സ്പേസും വരുന്നുണ്ട്. ആൻഡ് അതർ തിങ് ഇസ് ദാറ്റ് നമുക്ക് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. സോ ആ ലൈറ്റിംഗ് ഭയങ്കരമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ശരി, സാധാരണ ലിവിംഗ് സ്പേസിൽ ഇങ്ങനെ ഒരു വിൻഡോ കണ്ടിട്ടില്ല, അധികം കാണാറില്ല, കുറവാണ്. വളരെ റെയർ ആയിട്ട് ആൾക്കാർ കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ അതിനൊരു തടസ്സം ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇനി മാസ്റ്റർ ബെഡ്റൂം കാണാം. ഓക്കെ. സോ
നമുക്ക് ഇതിലും നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്, മാസ്റ്റർ ബെഡ്റൂമിൽ വരുന്നുണ്ട്. ഓക്കെ. ഓക്കെ, മാസ്റ്റർ ബെഡ്റൂമിന് എത്ര സൈസ് വരുന്നത്? ഇത് 12 6 by 15 4 ആണ് ഡയമെൻഷൻ വരുന്നത്. ഓക്കെ. ആൻഡ് നമുക്ക് ഇവിടെ ഒരു വാക്ക് ഇൻ ക്ലോസറ്റും വരുന്നുണ്ട്, അറ്റാച്ച് ബാത്റൂമാണ്. ഓക്കെ, ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതെ, ലൈക്ക് 12 6 by 5 7 വരുന്നത്, അത്യാവശ്യം സ്പേസ് ആയ വാർഡ്രോബ് തന്നെയാണ്. അതെ അതെ. ആൻഡ് നമുക്ക് ഇവിടെ നമ്മുടെ അറ്റാച്ച് ബാത്റൂമും ഉണ്ട്. നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു, ഇനി മറ്റു റൂമുകളൊന്നും നമുക്ക് കണ്ടു നോക്കാം. അതെ, സോ ഇതൊരു ആൽക്കോ ആണ്. ആക്ച്വലി ഇത് എന്താ പറയുക വെച്ചാൽ ഒരു കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ്. ഒരു ലൈബ്രറി ആയിട്ടോ ഒരു വർക്ക് സ്റ്റേഷൻ ആയിട്ടോ മിനി ബാറോ അങ്ങനെ നമുക്ക് ആൾക്കാർക്ക് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണ്. അതെ, അതിന് ഇവിടെ ഒരു കോമൺ വാഷ്റൂം നമുക്ക് കൊടുക്കുന്നുണ്ട്, ഒരു വെറ്റ് ഡ്രൈ സെപ്പറേഷൻ ഒക്കെ വരുന്നത്. സോ ഇതിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഫോൾ സീലിംഗ് ആൻഡ് ടോപ്പ് ടു ബോട്ടം ടൈലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആൻഡ് സെറാമിക്സും ക്രോം ഫിനിഷും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഗ്ലാസും അതേപോലെ ഈ കബോർഡ് ഒഴികെ വേറെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ദ എക്സോസ്റ്റ് ഫാൻ, ഇൻക്ലൂഡിംഗ് ദ എക്സോസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഈ അപ്പാർട്ട്മെന്റ്സിലൊക്കെ വെച്ചാൽ ഇപ്പോൾ ഏർലി മോർണിംഗ് മുകളിലത്തെ ആൾക്കാർ ഫ്ലഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒച്ച ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അടിയത്തെ ആൾക്കാർ നമ്മൾ മെയിൻലി ഫേസ് ഇഷ്യൂസ് ആണല്ലോ. നമ്മൾ ഇവിടെ നമ്മൾ മോഡലൊക്കെ നമ്മൾ യൂസ് ചെയ്യണേ ഫോം കോർ സോയിൽ പൈപ്പ്സ് യൂസ് ചെയ്യണേ. PVC പൈപ്പ് തന്നെയാണ്, പക്ഷെ തിക്കണായിരിക്കും, നടുക്ക് ഫോം ഫില്ലിംഗ് ഉണ്ടായിരിക്കും. സോ ഈവൻ ദോ ഈ ഫ്ലഷ് നമുക്ക് ആ ഒച്ച കേൾക്കില്ല, ഒച്ച ഡാമ്പൺ ചെയ്യും. സോ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കില്ല. ആൻഡ് മെയിൻലി നമ്മൾ അഗെയിൻ ഏറ്റവും കൂടുതൽ നമുക്ക് ലീക്കേജ് വരെ ഒന്നെങ്കിൽ വാഷ്റൂം അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ ഏരിയയിലാണ്. ഇത് നോക്കി നമുക്ക് ഈവൻ നമ്മൾ ഈ കോർണേഴ്സിൽ വരെ നമ്മൾ സിൽക്കൻ സീലൻ്റ് കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടാണ് നമ്മളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈവൻ സോ മൈന്യൂട്ട് ക്രാക്ക് ലോഡിങ് കൂടി നമുക്ക് വാട്ടർ സീപ്പേജ് ഉണ്ടായിരിക്കില്ല. അത്ര നമ്മൾ എക്സ്ട്രാ കെയർ ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്യണം. അത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഗസ്റ്റ് ബെഡ്റൂമിലേക്കാണ് അല്ലേ? അതെ, അതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം ആണ്. 11 by 14 ആണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഈ വിൻഡോസ് എല്ലാം സ്ലൈഡിങ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ട പോലെ. അതെ, അപ്പർ പോർഷൻ മാത്രം നമുക്ക് സ്ലൈഡിങ് ഉണ്ടായിരിക്കുക, അടിയത്തെ ഫിക്സ്ഡ് ആയിരിക്കും. അഗെയിൻ ലൈക്ക് നമ്മൾ മോളോട്ട് കൊണ്ടുവരും സേഫ്റ്റി ഇഷ്യൂസ്, കാരണം ചെറിയ പിള്ളേരൊക്കെ ഉണ്ട് എങ്ങാനും തുറന്ന് നമുക്ക് ലൈക്ക് ടു അവോയ്ഡ് ദാറ്റ് ആക്സിഡന്റ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇന്ത്യ നമുക്ക് സേഫ്റ്റി ഉള്ള ഏറ്റവും കൂടുതൽ മുഖ്യം ഉണ്ടാവുക. നമ്മളിപ്പോൾ 2 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു, ഇനി ഇവിടുത്തെ കിച്ചൺ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. കിച്ചണിൽ ഈ സ്ലാബ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യോ? ഇല്ല, നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെയ്യാൻ പറ്റും ആഫ്റ്റർ ബൈയിങ്. ലൈക്ക് ദ തിങ് ഇസ് ദാറ്റ് ഇപ്പോൾ നിങ്ങളുടെ ഹൈറ്റിന് ഓക്കെയാണ്, ആ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും ഇത്? അല്ല, ഇത് വെച്ചപ്പോ അഗെയിൻ നമുക്ക് ഹൈ ഡിഫറൻസ് ഉണ്ടായിരിക്കും ആൾക്കാർ. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ആണ് കിച്ചൺ പറയാ. ഇപ്പൊ എന്റെ ഹൈറ്റിന് ഇത് കുറവാണ്, ഞാൻ എപ്പോഴും കുരിഞ്ഞിങ്ങനെ വർക്ക് ചെയ്യേണ്ടി വരും. സോ ഇനീഷ്യലി ബാക്ക് പെയിൻ അല്ലെങ്കിൽ വേറെ ഇഞ്ചുറീസിന് കാരണമാവും. നമുക്ക് വേണ്ട ഹൈറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കിച്ചൺ പ്രൊവൈഡ് ചെയ്യണം. ലൈക്ക് എല്ലാം നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. ആൻഡ് വേറെ നമ്മളിവിടെ RO വാട്ടർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എക്സ്ട്രാ പിന്നെ നമ്മൾ ഫിറ്റിംഗിന്റെ ആവശ്യമില്ല, സെൻട്രലൈസ്ഡ് ആണ്. സോ നമ്മൾ ചെയ്യുന്നുണ്ട്, എല്ലാം ഇൻക്ലൂസീവ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ സ്വിച്ചിന്റെ എല്ലാം പൊസിഷൻസ് ഒക്കെ ഭയങ്കര യൂണിഫോം ആയിരിക്കും. ആൻഡ് ഇതേ ഹൈറ്റിലായിരിക്കും എല്ലാ അപ്പാർട്ട്മെന്റ്സ് ചെയ്യേണ്ടായിരിക്കുക. നമ്മൾ ജർമ്മൻ ടൂൾസ് ആൻഡ് മെഷീൻസ് യൂസ് ചെയ്യണേ, മീറ്റർ മാർക്കിംഗ് എന്ന് പറയും. സോ കറക്റ്റ് നമ്മൾ എന്താ പറയാ എല്ലാ അപ്പാർട്ട്മെന്റിലും സെയിം പൊസിഷനിൽ സെയിം ഹൈറ്റിലായിരിക്കും എല്ലാ ഇലക്ട്രിക്കൽ കോൺട്യൂട്ട്സും എല്ലാം ചെയ്തിരിക്കുക, ഒരു വേരിയേഷൻ ഉണ്ടായിരിക്കില്ല. പിന്നെ വേറൊന്ന് പറയാ നമുക്ക് ടോപ്പ് ടു ബോട്ടം നമ്മൾ ടൈലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു വലിയ വിൻഡോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പ്രോപ്പർ ലൈറ്റിംഗ് അവർക്ക് ഉണ്ടായിരിക്കും. സോ മെയിൻലി കിച്ചണിൽ നമുക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടർ ആണല്ലോ, ലൈറ്റിംഗ് ആൻഡ് നമുക്ക് ആ ഒരു വെന്റിലേഷൻ എല്ലാം പ്രോപ്പറായി കിട്ടുന്നുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് നമുക്ക് ഒരു യൂട്ടിലിറ്റി സ്പേസും കൂടി ഉണ്ട്, വർക്ക് ഏരിയ പോലെ തന്നെ. സോ ഇതാണ് വർക്ക് ഏരിയ. നമ്മളിവിടെ ഈ സ്ലാബ് അതേപോലെ സിങ്കും പ്രൊവൈഡ് ചെയ്യേണ്ടായിരിക്കും. ആൻഡ് വേറെ ഇപ്പോ നിങ്ങൾ കേട്ടായി ഷോപ്പ് ഭയങ്കര ക്വാളിറ്റി ഫോക്കസ് ചെയ്യും കുറെ കേട്ടുണ്ടായിരിക്കും. സോ ആക്ച്വലി നമുക്ക് 1456 നമുക്ക് ചെക്ക് പോയിന്റ്സ് ഉണ്ട്, എൻഡ് ടു എൻഡ് ചെക്ക് പോയിന്റ്സ്. ലൈക്ക് സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ നമുക്ക് അത്രയും ചെക്ക് പോയിന്റ്സ് നമ്മൾ മാർക്കിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ പ്രൊജക്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ചെയർമാൻ അല്ലെങ്കിൽ MD പേഴ്സണലി വന്ന് എല്ലാ പ്രൊജക്റ്റും വാക്ക് ഓവർ ആയിട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന്റെ അടിയിൽ ഒന്ന് ടച്ച് ചെയ്ത് നോക്കും, ഒരു ലൈൻ ഇല്ല, ഒരു സ്പേസ് കാണുന്നില്ലേ? അതെന്താ വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ ഓപ്പൺ സ്പേസാ. ലൈക്ക് മഴ പെയ്യുമ്പോൾ ഇതിൽ വെള്ളം ഇറങ്ങി ഡയറക്റ്റ് അടിയിലോട്ട് ഒലിച്ച് നമ്മളെ വോളിനത് ബാധിക്കും. സോ ഇത് ഒലിക്കുമ്പോൾ ഇവിടെ ആ ഒരു ബ്ലോക്ക് വരും. സോ ഡയറക്ട്ലി നമുക്ക് ഇതിലോട്ട് നമുക്ക് വെള്ളം ഇറങ്ങില്ല. പറയാൻ കാരണം വെച്ചാൽ നമ്മൾ അത്രയും മൈന്യൂട്ട് ആയ ഡീറ്റെയിൽസ് വരെ ഫോക്കസ് ആയിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്യണേ. സോ ഇത് തൊട്ട് നമ്മളെ എല്ലാം നമ്മൾ ഇത്രയും അറ്റ്മോസ്ഫിയറോട് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ മെയ്ഡ് റൂം ആണ്, ഡൊമസ്റ്റിക് ഹെൽപ്പ്. അവർക്ക് ഒരു അറ്റാച്ച് ബാത്റൂം കൊടുക്കുന്നുണ്ട് ആൻഡ് സെപ്പറേറ്റ് എൻട്രി ഉണ്ട്. സോ ഈച്ച് ആൻഡ് എവരി ടൈം നമുക്ക് മെയിൻ്റനൻസ് യൂസിന്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. അവർക്ക് വേണമെങ്കിൽ വേറെ എൻട്രി ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി ഈസി ആയിരിക്കും. ഇതൊരു 4 BHK ഫ്ലാറ്റ് ആണ്. നേരത്തെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു, ഇനി 3ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. വരൂ. സോ ഇതാണ് തേർഡ് ബെഡ്റൂം, 10 by 40 ആണ് ഡയമെൻഷൻ ഉണ്ടായിരിക്കുക.
ഇതിനൊരു അറ്റാച്ച് ബാത്റൂമും വരുന്നുണ്ട്. ഓക്കെ സോ ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു സ്പേഷ്യസ് ലാർജ് വിൻഡോ വരുന്നുണ്ട്. ഓക്കെ പിന്നെ നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ കബോർഡൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ ഒരു സ്റ്റഡി ഏരിയ, വർക്ക് ഏരിയോ, ഇപ്പോൾ കിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നുകൂടി സ്റ്റഡി ചെയ്യാൻ പറ്റി, അതൊക്കെ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഓക്കെ ഇത് നമ്മുടെ 4th ബെഡ്റൂം അല്ലേ? അതെ. ഇതിന്റെ ഏകദേശം സൈസ് എത്ര വരുന്നത്? ഇത് 12 4x12 വരുന്നത്, ഡയമെൻഷൻ അങ്ങനെ വരുന്നത്. ഏകദേശം എല്ലാ ബെഡ്റൂമിന്റെയും സൈസ് അത് ഒരു സ്ക്വയർ ഫീറ്റ് ഡിഫറൻസ് ആണ്. ഏറെക്കുറെ ആവറേജ് അത്രേ വരുന്നത്. ബാക്കി 3 മാസ്റ്റർ ബെഡ്റൂം അല്ലാതെ ബാക്കി 3 ആ ഒരു ഡിഫറൻസ്, സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ടായിരിക്കുള്ളൂ. ആൻഡ് ഇതിലൊരു അറ്റാച്ച് ബാത്റൂം ഉണ്ടായിരിക്കും.